രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത്. കാരണം ഈ വർഷം തിരഞ്ഞെടുപ്പ് വർഷമാണ്. കേരള ചരിത്രത്തിൽ തന്നെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോകുന്ന ഒരു മത്സരം. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എം.പി.യെ കിട്ടി, കോർപ്പറേഷൻ ഭരണം കിട്ടി. ഇനി അവർക്ക് ആവശ്യം എം.എൽ.എമാരാണ്. ആ എം.എൽ.എമാരിലേക്ക് എത്താൻ അവർക്ക് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. ഈ ഒരു കോർപ്പറേഷൻ്റെ ഈ ഒരു പാറ്റൻ്റ് ആണ് എങ്കിൽ, ഈ ഒരു തന്ത്രമാണ് ബി.ജെ.പിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരിവാറും ആസൂത്രണം ചെയ്യുന്നു എങ്കിൽ, തിരുവനന്തപുരം മോഡൽ പ്രവർത്തനം കേരളത്തിലെടുക്കുകയാണ് എങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന, ഭാരതീയ ജനതാ പാർട്ടി ഉദ്ദേശിക്കുന്ന മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പർമാരെ എത്തിക്കുവാൻ കഴിയും. കാരണം തിരുവനന്തപുരത്തിൻ്റെ പൾസ് എന്ന് പറയുന്നത് അങ്ങനത്തെ പൾസാണ്. തിരുവനന്തപുരത്ത് വിജയിച്ച് നഗരസഭ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ അധികാരത്തിലെത്തുവാൻ കഴിയും. കാരണം ഒരു കമ്പനിക്കാർ ഒരു പ്രോഡക്റ്റ് ഇറക്കി ഇന്ത്യയിൽ ആദ്യം ഉപയോഗിക്കുന്ന ഒരു സോപ്പ് കമ്പനി, ഉദാഹരണം ചന്ദ്രിക പ്രോഡക്റ്റ് ഇറക്കി, അല്ലെങ്കിൽ ലെക്സ് പ്രോഡക്റ്റ് ഇറക്കി, ആദ്യം കേരളത്തിലാണ് അവർ ആ പ്രോഡക്റ്റ് വിൽക്കാൻ ഏൽപ്പിക്കുന്നത്. അതാണ് അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം. കേരളത്തിനകത്ത് ആ സോപ്പ് ജനം സ്വീകരിച്ചാൽ എല്ലാ സംസ്ഥാനത്തെ ജനങ്ങളും അത് സ്വീകരിക്കും. അതുപോലത്തെ ഒരു മോഡലാണ് കോർപ്പറേറ്റ് മോഡലും ഒരു പുതിയ തിരഞ്ഞെടുപ്പ് ഇൻഫർമേഷൻ തന്ത്രമാണ് തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയും അതിനെ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത RSSും പരിവാർ സംഘടനകളും. ഈ ഒരു പ്രവർത്തനം തിരുവനന്തപുരം കഴിഞ്ഞ് കൊല്ലം ഈ 2016 നേമത്ത് ആദ്യമായി താമര വിരിയുന്നു. അതിനുശേഷം അത് മറ്റു ജില്ലകളിലേക്ക് വ്യാപിച്ചിട്ടില്ല. വ്യാപിക്കാൻ അവർ ചില അന്തർധാരകൾ UDF LDF നടത്തി. ഒരു ഇന്ത്യ മുന്നണി സഖ്യം രഹസ്യ ബാന്ധവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയത്. നേമത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം വരുമെന്ന് BJPക്കാർ പ്രതീക്ഷിച്ചിട്ടില്ല. BJPക്കാർ ആ ഒരു അജണ്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട് എങ്കിൽ ഈ നേമത്ത് ഇങ്ങനെ ഒരു തോൽവി BJPക്ക് പറ്റൂലായിരുന്നു. നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ തിരഞ്ഞെടുപ്പിൽ 1-2 പ്രവർത്തന മേഖലയിൽ ചെറിയ ചെറിയ പാളീച്ചകളുമുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയാണ് ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പുതിയ തന്ത്രം ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുള്ളത്. അതിനുപരി പ്രത്യേകിച്ച് കേരളത്തിലൊരു വോട്ട് പാറ്റന്റിന് വേണ്ടി കോർപ്പറേറ്റ് എന്നുള്ള നിലയിൽ പുതിയൊരു മോഡൽ തന്ത്രം പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജി തിരുവനന്തപുരത്ത് ഉപയോഗിച്ചു. ഒരു സാമ്പിളാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ ഒരു പ്രവർത്തനം കേരളത്തിലേക്ക് പോയി രഹസ്യ ബാന്ധവത്തിൽ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 14 പരം MLAമാർ അസംബ്ലിയിൽ ഒറ്റയ്ക്കുണ്ടാകും. നാഷണൽ ഡെമോക്രാറ്റ് അലയൻസ് എന്നുള്ള നിലയിൽ അവിടെ BDJSും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ കാമരാജ് കോൺഗ്രസും ബാക്കിയുള്ള LJPയും തുടങ്ങിയ വലിയ പ്രവർത്തകരില്ല എങ്കിലും ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു നിന്നാൽ കിട്ടും. അതല്ല, ചില തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ചില അടിയൊഴുക്കുകൾ, ചില കക്ഷികൾ മുന്നണി വിട്ട് NDAയിലേക്ക് വരുവാനും ചാൻസ് ഉണ്ട്. ആ ഒരു പ്രവർത്തനം അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വച്ച് നോക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെ ഭരിക്കുവാൻ പറ്റിയോ ആ ഒരു പ്രവർത്തനം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയും പരീക്ഷിക്കും. അതിനതൊരു സംശയമില്ല. ഉദാഹരണത്തിന് പാലക്കാട് 3 അസംബ്ലി മണ്ഡലം കിട്ടുവാൻ ചാൻസ് ഉണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രവർത്തക ബാന്ധവം പാലക്കാട് കൊടുക്കുകയാണെങ്കിൽ മലമ്പുഴ കിട്ടും, പാലക്കാട് കിട്ടും. ശോഭാ സുരേന്ദ്രനൊക്കെ 2ാം സ്ഥാനം പാലക്കാട് വന്നതാണ്. ഒറ്റപ്പാലം പ്രതീക്ഷയുണ്ട്. നേരെ തൊട്ടടുത്ത കോഴിക്കോട് വരികയാണ് എങ്കിൽ കോഴിക്കോട് 14 പരം കൗൺസിലർ ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ മാത്രം 2 അസംബ്ലി സീറ്റ് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. കാസർഗോഡ് വൻ ചാൻസാണ്. കാരണം അവിടുത്തെ ഒരു വാർഡിൽ തന്നെ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നമ്മുടെ നിതിൻ ഗഡ്കരി നാഗ്പൂരിൽ നിന്നതുപോലെയാണ്. അദ്ദേഹത്തിന് മൈക്ക് സെറ്റില്ല, അലോൺസ്മെൻ്റ് ഇല്ല, പോസ്റ്റില്ല, ചുവരെഴുത്തില്ല. അത്തരത്തിലുള്ള ജനകീയന്മാരെ പോലുള്ള ആൾക്കാർ മഞ്ചേശ്വരത്തും മുതുമയിലും ഹോസ്ദുർഗിലുമൊക്കെ സ്ഥാനാർത്ഥിയാക്കുകയാണ് എങ്കിൽ കാസർഗോഡും നമുക്ക് ആൾ ജയിക്കുവാൻ പറ്റുന്ന കാൻഡിഡേറ്റ് നിർത്തിയാൽ കിട്ടും. കണ്ണൂർ വിജയിക്കുവാൻ പറ്റും, തൃശ്ശൂർ വിജയിക്കുവാൻ പറ്റും.
ഇവിടെയെല്ലാം ND മുന്നണി, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് രഹസ്യ ബാന്ധവങ്ങളില്ല. ഇവർ രണ്ടുപേരും ചേർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ അസംബ്ലി വരില്ലെന്ന് തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടാണ്. അത് ഓവർകം ചെയ്യേണ്ട പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഇലക്ഷൻ തന്ത്രങ്ങൾ പഠിച്ചു. കാരണം അനുകൂലമായൊരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും ഇപ്പോഴത്തെ സ്വർണ്ണക്കവർച്ച കേസുമായിട്ട് ശബരിമലയായിട്ട് കമ്പയർ ചെയ്തു വരുമ്പം രണ്ട് മുന്നണികളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ജനം ചിന്തിച്ചു തുടങ്ങി, സംസാരിച്ചു തുടങ്ങി. കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നു. ആ വിദേശ മുതലാളി ഡി മണിയായിട്ടുള്ള ബന്ധത്തിൽ വിദേശ ബന്ധവും കോൺഗ്രസിൻ്റെ AICC സംസാരങ്ങൾ വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വെച്ച് ഇടതുപക്ഷത്തിന് ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നു. നമ്മൾ കണ്ടില്ലേ ഇപ്പോഴും മറ്റേ ശബരിമല വിഷയം. അതുപോലെ ഈ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യമാണ് ഈ കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് പുറത്തു നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും നാം കണ്ടത്. ഈ തദ്ദേശ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ പോലും നാം അത് കണ്ടതാണ്. അങ്ങനെ ഒരു ഇരു മുന്നണികളും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിനിടയ്ക്ക് ഈ പറയുന്ന ഇത്രയും വലിയ 10-ലധികം ഇരട്ട സംഖ്യയിലേക്ക് എത്താൻ BJP കഴിയുമോ? ഉറപ്പായിട്ടും കഴിയും. കാരണം തിരുവനന്തപുരത്ത് പരീക്ഷിച്ച ഒരു സംഭവമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്തെ കാര്യം നാം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ 2 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസ് ഇവിടെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒന്നിൽ നിന്ന് വന്നതുപോലെയല്ലല്ലോ നിയമസഭയിൽ അവസ്ഥ ആണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇവർ തമ്മിൽക്ക് BJP വരരുതെന്ന് ചിന്താഗതിയുള്ളവരുണ്ട്. ആ ഒരു ഇത് വരാതെ ശരിക്കും LDFിന് എത്ര ഘടകകക്ഷിയുണ്ട്? CPI, ജനതാദൾ, ഇങ്ങനത്തെ ഘടകകക്ഷികൾ, RSPയുടെ ഒരു വിഭാഗം ഇങ്ങനെ തുടങ്ങി മത്സരിക്കുന്നത് പോലെ മുന്നണി സംവിധാനത്തിൽ LDF എന്നും മുസ്ലിം ലീഗും കോൺഗ്രസും അവരുടെ കേരള കോൺഗ്രസും രണ്ടിലും കേരള കോൺഗ്രസ് ഉണ്ടല്ലോ, ഇങ്ങനെ UDF എന്നുള്ള നിലയിലും NDA എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടി തമ്മിൽ ത്രികോണ മത്സരം വരികയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അസംബ്ലി പ്രാതിനിധ്യം ഞാൻ പറഞ്ഞ 14 MLA-മാർ എത്തുവാൻ കഴിയും. ഇല്ല, ഇതിനകത്ത് BJP വരരുത് എന്ന് ഒരു രഹസ്യ ബാന്ധവം ഇവർ ഉണ്ടാക്കുകയാണ് എങ്കിൽ LDFിൻ്റെ വോട്ട് UDFന് പോകാം, UDFിൻ്റെ വോട്ട് LDFന് പോകാം. അതാണ് അടുത്ത് തിരുവനന്തപുരം. ഇപ്പോൾ അവർ പല നേതാക്കളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്, തിരുവനന്തപുരം കോർപ്പറേഷനും ചില മുനിസിപ്പാലിറ്റികളും ചില പഞ്ചായത്തുകളും ഭരിച്ചത് ഈ രണ്ട് മുന്നണികൾക്കും ദോഷമാണ്. ഉദാഹരണത്തിന് BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ വന്നാൽ ഒരു വ്യാഴവട്ടക്കാലം പിന്നെ കോൺഗ്രസിന് അവിടെ നോക്കണ്ട. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഉത്തരേന്ത്യ. അതുപോലെ കോൺഗ്രസിന് ഇനി ഏക ആശ്രയമുള്ളത് സൗത്ത് ഇന്ത്യ സ്ഥലത്തൊക്കെയാണ്, കർണാടകം, കേരളം. കേരളത്തിലും കോൺഗ്രസിന് അധികാരത്തിൽ കിട്ടിയില്ല എങ്കിൽ കോൺഗ്രസിൻ്റെ ഗതിയും അധോഗതിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനം വെച്ച് നോക്കുകയാണ് എങ്കിൽ ഇവിടുത്തെ അഴിമതിയിൽ കഴിഞ്ഞ ടൈമിൻ്റെ മുമ്പൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി ഗവൺമെൻറ് വരുന്നതിന് മുമ്പേയും വൻ അഴിമതിയായിരുന്നു. സോളാറും കാര്യങ്ങളും ബഹളം അത് പൊറുതിമുട്ടിയാണ് ജനത ഇവർക്ക് കൊടുത്തത്. ഇവർ രണ്ടുപേരും മോശമെന്നുള്ള നിലയിൽ വന്നതുകൊണ്ടാണ് BJPക്ക് ഈ ഒരു വിജയസാധ്യത തിരുവനന്തപുരം കോർപ്പറേഷനും പാലക്കാട് മുനിസിപ്പാലിറ്റിയും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും നമ്മുടെ ആലപ്പുഴ 8 പഞ്ചായത്തും കാസർഗോഡ് 4 പഞ്ചായത്തും തിരുവനന്തപുരം ജില്ലയിലുള്ള 5 പഞ്ചായത്തും വിവിധ ജില്ലകളിലുള്ള തുച്ഛം പഞ്ചായത്തുകളായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് വളരെ അതിശയമാണ്. BJP മോശമാണ്, ഇവിടെ വരില്ല, താമര വിരിയില്ല, താമര വാടിപ്പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം വോട്ട് % എത്തിയില്ല എങ്കിലും ജനാധിപത്യ പ്രക്രിയയിൽ ഒരു വോട്ടിൽ ജയിച്ചാലും വിജയമാണല്ലോ. ഇന്നവർ കേരളത്തിൽ ബഹുഭൂരിപക്ഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ രണ്ട് മുന്നണി 125 വർഷങ്ങൾ പഴക്കമുള്ള മുന്നണികളാണ്. BJP എത്ര കാലമായി ഇവിടെ വന്നത്? 80 ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു വന്ന പാർട്ടിയാണ്. 36 വർഷം ആയ പാർട്ടി കേരളത്തിലേക്ക് വരുമ്പോൾ BJP വൻ വിജയമാണ്. ആ ഒരു വിജയത്തെ ഇനി BJP ഇവിടെ വന്നാൽ രണ്ട് മുന്നണികൾക്കും ദോഷമാണോ എന്നുള്ളത് അവർക്ക് പേടി സ്വപ്നമായിരിക്കുന്നു.